ഓം നമശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂലൈ മാസം 2-ാം തീയതി ചൊവ്വാഴ്ച ദിവസം 1799 മിഥുനമാസം 18-ാം തീയതി ഇന്ത്യൻ തീയതി ആഷാഢമാസം 11-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:11 അസ്തമയം വൈകുന്നേരം 6:40 നാളത്തെ ഉദയാൽപരം തിഥി ഏകാദശി തിഥിയാണ്. ഏകാദശി തിഥി ചൊവ്വാഴ്ച രാവിലെ 8:44 വരെ ഉണ്ടായിരിക്കും. പിന്നീട് ദ്വാദശി തിഥിയാണ് വന്നു ചേരുക. നാളത്തെ ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ 5:28 കാർത്തിക നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച പുലർച്ചെ 4:40 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ ഒരു പാദം മേടക്കൂറിലാണ്. ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളുണ്ട്. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിൽ ആദ്യത്തെ ഒരു പാദം മേടക്കൂറിലാണ്. അതിന് കാർത്തികക്കാൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ 5:28 മുതൽ 11:28 വരെയുള്ള സമയമാണ്. ചൊവ്വാഴ്ച പുലർച്ചെ 5:28 മുതൽ ഉച്ചയ്ക്ക് മുമ്പുള്ള 11:28 വരെയുള്ള സമയമാണ് കാർത്തികക്കാൽ നക്ഷത്ര സമയം എന്ന് പറയുന്നത്. പിന്നീടുള്ള സമയം എന്ന് പറയുന്നത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ നക്ഷത്ര സമയമാണ്. അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള 11:28 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ ബുധനാഴ്ച പുലർച്ചെ 4:40 വരെയുള്ള സമയം കാർത്തിക മുക്കാൽ നക്ഷത്ര ജാതകരുടെ സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണ്. അതിൻ്റെ സമയം ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ് തന്നിട്ടുമുണ്ട്. കാർത്തിക നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിലെ ദേവത അഗ്നിയാണ്. ഭൂതം ഭൂമിയാണ്. മൃഗം ആടാണ്. പക്ഷി പുള്ളാണ്. വൃക്ഷം അത്തിയാണ്. ഇവരുടെ ജനനം സൂര്യദശയിലാണ്. ഓരോ നക്ഷത്രവും പ്രകൃതിയിലുള്ള ഓരോ കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ജ്യോതിഷം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നക്ഷത്രത്തിൻ്റെ ദേവതയെക്കുറിച്ച് പറയുന്നത്, നക്ഷത്രത്തിൻ്റെ പഞ്ചഭൂതത്തെക്കുറിച്ച് പറയുന്നത്, നക്ഷത്രത്തിൻ്റെ മൃഗത്തെക്കുറിച്ച് പറയുന്നത്, അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ പക്ഷിയെക്കുറിച്ച് പറയുന്നത്, വൃക്ഷത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഇതുമായി എല്ലാം ജ്യോതിഷം ഓരോ നക്ഷത്രത്തെയും ബന്ധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിത്യവും ഇതൊക്കെ പറയുന്നത്. അവരവരുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ അവരവർ അതിനെ നല്ല രീതിയിൽ കണ്ടാൽ അവരുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഇത് ദിവസവും എടുത്തു പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് അഗ്നിയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയാണ്. അവർ അഗ്നിയെ പൂജിച്ചാൽ, ഇപ്പോൾ അഗ്നി അവരുടെ ദൈവമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ ഐശ്വര്യമുണ്ടാവും. ഒരു വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ ഐശ്വര്യമുണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ നക്ഷത്രത്തിൻ്റെ മൃഗം ആടാണ്. അവർ ആടിനെ ആദരവോടുകൂടി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റേതായ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പക്ഷി പുള്ളാണ്. പുല്ല് പലപ്പോഴും ഉപദ്രവകാരിയാണെങ്കിലും അവരെ സംബന്ധിച്ച് ആ പുല്ലിനെ ഒരു മഹത്വത്തോടു കൂടി കണ്ടാൽ അതിൻ്റേതായ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ അവരുടെ വൃക്ഷം അത്തിയാണ്. അത്തിവൃക്ഷത്തെ അവർ നട്ടുപരിപാലിച്ചാൽ അവരുടെ ജീവിതത്തിൽ അതുപോലെ ഉള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇവരുടെ ജനനം സൂര്യദശയിലാണ്. സൂര്യനും അഗ്നി പോലെ ശോഭിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ സൂര്യഭഗവാനെയും ഇവർ നിത്യവും ആരാധിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ നേട്ടം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ പഞ്ചഭൂതത്തിൽപ്പെട്ട ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഒരു അവസ്ഥയ്ക്കാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭൂമിയെ ഇവർ തൊട്ട് വണങ്ങി ഭൂമിയെ നമസ്കരിച്ചാൽ അതിൻ്റേതായ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിത്യവും ഈ വക കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, നാളത്തെ നക്ഷത്ര ദിവസം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്ര ദിവസമാണ്. ആരുടെയൊക്കെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത്. നാളത്തെ ദിവസം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രപ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് ഉത്രാടം, തിരുവോണം, അതുപോലെ തന്നെ പുരുട്ടാതി, രേവതി, അതുപോലെ തന്നെ പൂരം, ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നു. അതുപോലെ തന്നെ ഭരണി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്രയും നാളുകാരുടെ ജീവിതത്തിലാണ്, അതായത് ഉത്രാടം, തിരുവോണം,
പൂരുട്ടാതി രേവതി, അതുപോലെ തന്നെ പൂരം ഉത്രം ഭരണി. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഇനിയും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ആർക്കൊക്കെയാണെന്ന് ചിന്തിക്കാം. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ചിത്തിര, ചോതി, അശ്വതി, ഉത്രട്ടാതി, ചതയം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിത്തിര, ചോതി, അതുപോലെ തന്നെ അശ്വതി, ഉത്രട്ടാതി, ചതയം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ നാളുകാരെ സൂക്ഷ്മതയോടുകൂടിയാണ് നാളത്തെ ഓരോ കാര്യങ്ങളും ഏർപ്പെടുവാൻ എന്നാണ് ജ്യോതിഷം പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നാളെ പകൽ സമയത്തെ ശുഭസമയമാണ്. നാളെ ചൊവ്വാഴ്ച ദിവസമാണ്, ശുഭദിനമല്ല എങ്കിൽ പോലും മനുഷ്യ ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായ പല കാര്യങ്ങളും ചെയ്തെടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ ആയത് നല്ല സമയം നോക്കി ചെയ്തെടുക്കുവാൻ കഴിയണം എന്നാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നാളെ പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞുതരാം. നാളെ ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:41 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം 1:41 മുതൽ 3:11 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി എന്ന് പറയുന്നത് 2 ഏതൊരു മാസത്തെയും 2, അതുപോലെ തന്നെ 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 2 വരുന്നത്. അപ്പോൾ അങ്ങനെ 2 വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യത എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ നിരാശപ്പെടാതെ നാളത്തെ ദിവസം പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പച്ച, വെള്ള എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. തീർച്ചയായിട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുന്നത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ ഉള്ളവർക്കാണെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയണമെന്നുള്ളവർ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം മഹാദേവനിലൂടെ ഞാൻ കണ്ടെത്തി തരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നാശത്തിലേക്ക്, ആരുടെയും ജീവിതം നാശത്തിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ആരുടെയും ജീവിതം നാശത്തിലേക്ക് പോകരുത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയുക, അതിനെ പരിഹരിച്ച് ജീവിതത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക. എല്ലാം നശിച്ചു പോയി കഴിഞ്ഞ് കൈയും കാലും ഇട്ടടിക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ഒരുപക്ഷെ ആരും കണ്ടെന്ന് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം നാശത്തിലേക്ക് പോകാതെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. ചിലരുടെ ജീവിതത്തിലെ ഒരു 1-2 മാസം നല്ല അഭിവൃദ്ധി കാണും, പിന്നീട് നല്ല അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ജീവിതങ്ങളെയൊക്കെ ഒരു നല്ല രീതിയിൽ അഭിവൃദ്ധി വന്നു ചേരുന്ന, അല്ലെങ്കിൽ അഭിവൃദ്ധി സ്ഥായിയായിട്ട് നിൽക്കുന്ന, സ്ഥിരമായിട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ കൂടി അവരെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഞാനുമായിട്ട് സഹകരിക്കുക, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരെ നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് ഒരുപാട് രൂപ അവരൊക്കെ ഓരോരുത്തരൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ചികിത്സിച്ച് കളയുന്നത്. വെറും 500 രൂപ മുടക്കിയാൽ മതി, ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത്? അത് ഗ്രഹനില നോക്കുമ്പോൾ അറിയാം എന്താണ് ചികിത്സിക്കേണ്ടതാണ്, ചികിത്സിക്കാം. എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? അല്ലെങ്കിൽ അവർ താമസിക്കുന്ന വീടിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ അവർ നാള് തമ്മിലുള്ള എന്തെങ്കിലും ഇതിൻ്റെ പ്രശ്നങ്ങളാണോ? ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊന്നും കണ്ടുപിടിക്കാതെ അവർ വലിയ ചികിത്സ നടത്തി ഒരു ഇഞ്ചക്ഷനൊക്കെ 3000-4000 രൂപയൊക്കെ കൊടുത്താണ് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പണം ഒരുപാട് നഷ്ടപ്പെടുത്തി കളയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വെറും 500 രൂപ മുടക്കിയാൽ മതി, അവരുടെ ജീവിതത്തിലെ ആ പ്രശ്നം പരിഹരിച്ച് കിട്ടും, അവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും. അങ്ങനെ ഓരോ വിഷയങ്ങൾ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നു. ചിലപ്പോൾ ആ തൊഴിൽ ലഭിക്കുവാനായിട്ട് 5-6 മാസമൊക്കെ താമസം വരും. അതിനുവേണ്ടിയുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ നിത്യം ചെയ്തു കഴിഞ്ഞാൽ തൊഴിൽ തരുന്ന ഗ്രഹങ്ങളെ, സൂര്യനും
ബുധനുമാണ് നമുക്ക് തൊഴിൽ തരുന്ന ഗ്രഹങ്ങൾ. ഈ 2 ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തിയെടുത്ത് അത് മുഖേന നിങ്ങൾക്ക് നല്ലൊരു തൊഴിൽ കിട്ടി നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെട്ടു പോകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജ്യോതിഷത്തിൽ കൂടിയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനം, അവർ പഠനത്തിൽ പുറകോട്ടാണെങ്കിൽ അതിനുള്ള പൂജകളുണ്ട്. അങ്ങനെ ഒരുപാട് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. ഇത് ജ്യോതിഷം എന്ന് പറയുന്നാൽ ഞാൻ ഇതൊരു ആത്മീയമായിട്ടാണ് കാണുന്നത്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ആത്മീയമാണ്. നമ്മൾ ദൈവത്തെ അറിയുക, ഈശ്വരനെ അറിയുക, ഈശ്വരനിൽ കൂടി പ്രാർത്ഥനയിൽ കൂടിയും പൂജയിൽ കൂടിയും ഒക്കെ ഇത് സാധിച്ചെടുക്കുക. അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ എന്നിൽ വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും ഞാനുമായിട്ട് അവരുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യുക, നമ്മൾക്കത് പരിഹരിച്ച് മുമ്പോട്ട് പോകാം. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ ഈ ജ്യോതിഷ ചാനൽ കാണുന്ന ആരും തന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നത്താലും അവർ നശിച്ചു പോകരുത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പുറകോട്ട് പോകരുത്. നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകണം, നല്ല കുടുംബം ഉണ്ടാകണം, നല്ല മക്കളുണ്ടാകണം. അതിനുവേണ്ടിയാണ്. ജ്യോതിഷം സത്യമാണ്, അത് ദൈവികമാണ്, ആത്മീയമാണ്. എനിക്ക് മഹാദേവനാൽ നൽകപ്പെട്ടിട്ടുള്ള ഒരു വരദാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മഹാദേവനെയാണ് നിത്യവും ഭജിക്കുന്നത്, പൂജിക്കുന്നത്. ഓം നമഃ ശിവായ മന്ത്രമാണ് എൻ്റെ നാവിൽ നിന്നും എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാനുള്ള ഒരു ശക്തി എനിക്ക് മഹാദേവൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ളവർ ഞാനുമായിട്ട് സഹകരിക്കുക. വിഷയങ്ങൾ നമുക്ക് പറഞ്ഞ് ഏത് കാര്യമാണെങ്കിലും അതിന് പരിഹാരമുണ്ട്, പരിഹരിച്ച് തന്നിരിക്കും. അത് ഉറപ്പായിട്ടും തന്നിരിക്കും. എത്രയോ പേര് ഭർത്താവ് കളഞ്ഞിട്ട് പോയി എന്നെ വിളിക്കുന്നു, ഭർത്താവ് കളഞ്ഞിട്ട് പോയി. ആ ഭർത്താവിനെ അവർക്ക് തിരിച്ചു കൊണ്ട് കൊടുത്തു ഞാൻ. നമ്മുടെ ഈ ചാനൽ കാണുന്ന എത്രയോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ട്. ഭർത്താവിനെക്കുറിച്ചൊരു വിവരവുമില്ല, ചെലവിന് തരുന്നില്ല. പക്ഷേ ഞാൻ അവരെയും കാണുന്നില്ല, അവരെന്നെയും കാണുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പൂജ ചെയ്യുമ്പോൾ അവരുടെ ഭർത്താവ് അവരെ തേടി ചെന്നിട്ടുണ്ട്. ചുമ്മാതെ പറയുന്നതല്ല, എത്രയോ പേരെ എന്നെ വിളിച്ചു പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കിതുണ്ട്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിൽ മഹാദേവനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മഹാദേവൻ ചെയ്യുന്ന ഓരോ നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന എൻ്റെ പ്രാർത്ഥന കൊണ്ടും പൂജ കൊണ്ടും മഹാദേവൻ ചെയ്യുന്ന നന്മകൾക്കായിട്ട് മഹാദേവനെ ഞാൻ നിത്യവും സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ധ്യാനിക്കുന്നു, മഹാദേവനെ പൂജിക്കുന്നു, ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലുന്നു. കൈലാസനാഥൻ കൈലാസത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് എന്നെ വിശ്വസിക്കാം. ജ്യോതിഷപരമായിട്ട് ഉള്ള എല്ലാ സേവനങ്ങളും എന്നിൽ നിന്നും ഒരു ആത്മീയമായി ദൈവികമായിട്ടാണ് വന്നു ചേരുക എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥതയാനും അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് മാതാവിൽ നിന്നും ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളും വന്നു ചേരുന്നൊരു ദിവസമാണ്. എങ്കിലും പിതാവിന് ശത്രുത വന്നു ചേരുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു വ്യത്യാസം പിതാവിൽ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടമുള്ള ദിവസമാണ്. ബന്ധുക്കളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ബന്ധുക്കൾ മുഖേന ധനം വന്നു ചേരുവാൻ നാളത്തെ ദിവസം സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അങ്ങനെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതന്മാർ അനുകൂലമായ ദിവസമാണ്. മാതൃസുഖം അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. മാതാവിനെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ധനസ്ഥിതി മാതാവ് മുഖേന ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ വന്നിരുന്ന ദിവസമാണ്. തൊഴിൽ ഗുണമുണ്ട്. എന്നാൽ കുടുംബസുഖം ഉണ്ടെങ്കിലും കുടുംബത്തിൽ കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. പിതാവ് മുഖേന ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്, കലഹത്തിന് സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, അവിടെയും കലഹത്തിന് സാധ്യതയുണ്ട്. ബന്ധുക്കൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, അവിടെയും കലഹത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വ്യാപാരികളായിട്ടുള്ളവർക്ക് വ്യാപാര നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും മറ്റുള്ള കാര്യങ്ങളിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ അത്ര ഗുണകരമായിരിക്കില്ല. മാതാവ് മുഖേന ഉള്ള അനുഭവങ്ങളും മെച്ചമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും പെൺമക്കളാലുള്ള
നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ചിലരെ സംബന്ധിച്ച് ധനനേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ചിലരെ സംബന്ധിച്ച് ധനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഉണ്ടായാൽ പോലും നാളത്തെ ദിവസം തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസവുമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വ്യാപാരം ചെയ്യുന്നവർക്ക് വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലർക്ക് ധനനേട്ടം ഉണ്ടെങ്കിലും ചിലർക്ക് ധനനേട്ടം വന്നു ചേരണമെന്നില്ല. ചിലർക്ക് പെൺമക്കളാലുള്ള ഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരും, ചിലർക്ക് അത് വന്നു ചേരണമെന്നില്ല. അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഓരോ കാര്യത്തിലും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല പൂയമായില്യം നാളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബം, ധനം എന്നീ വിഷയങ്ങളിൽ പൂർണ്ണ തൃപ്തികരമായ ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ പെരുമാറുന്നൊരു ദിവസമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തിത്വം ഉണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല ഉത്സാഹത്തോടു കൂടി കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും. ചിലർക്ക് ഭൂമിപരമായ നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ചിലർക്ക് ദൈവാധീനം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മറ്റുള്ളവരൊക്കെ ബഹുമാനിക്കുവാനും സാധ്യതയുള്ള ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖം കാര്യമായി ഉണ്ടാകണമെന്നുമില്ല. അതുപോലെ തന്നെ തൊഴിൽ നേട്ടവും ആൺമക്കൾക്കുണ്ടാകുന്ന ധനസമൃദ്ധിയും പ്രശസ്തിയും അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളും ഒക്കെ നാളത്തെ ദിവസം ഈ നാളുകാർക്ക് സന്തോഷിക്കാൻ വക തരുന്ന കാര്യങ്ങളാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ കുടുംബസുഖം അവർക്ക് നല്ല വിധത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. എന്നാൽ അത്ര തൃപ്തികരമായ ഒരു അനുഭവത്തെ കൊടുക്കുന്നൊരു ദിവസവുമല്ല എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. തൊഴിൽ ഗുണമുണ്ട്. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രശസ്തിയും ധനസമൃദ്ധിയും ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. വലിയ അധ്വാനം കൂടാതെ തൊഴിലിൽ നിന്ന് വരുമാനം കിട്ടുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരൊക്കെ പിതാവുമായിട്ട് ശത്രുതയ്ക്ക് പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെങ്കിലും ചിലരൊക്കെ പിതാവുമായുള്ള ശത്രുതയിൽ പോകുന്ന ഒരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് ഈ നാളുകാരുടെ സഹോദര സ്ഥാനത്തുള്ള സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ പിതാവിന് വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അപ്പോൾ നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയവും ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയൊക്കെ മെച്ചമാണെങ്കിലും അവിടെ ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. പിതാവ് മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. തൊഴിൽ ഗുണമുണ്ട്. മക്കളുടെ സ്ഥിതി അനുകൂലമാണ്. ചിലർക്ക് മക്കളെ കൊണ്ടുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. മക്കൾക്ക് രോഗം, ദുഃഖം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവരെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽ ഗുണവും. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥ ദേഹത്തിന് മാത്രം അനുകൂലമായ ദിവസമല്ല. മാനസികവും ശാരീരികവുമായ വിഷമതകൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും തൃപ്തികരമായ വിധത്തിൽ പോകുന്നൊരു ദിവസമല്ല. മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാനൊരു ദിവസമല്ല. നാളത്തെ ദിവസം തൊഴിൽ ഗുണം ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. എങ്കിലും ചിലർക്കൊക്കെ തൊഴിൽപരമായ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. തൊഴിലിടങ്ങളിൽ അവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം. ചിലർക്ക് തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അനുഗ്രഹം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. എന്നാൽ പ്രതികൂലമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളേണ്ടത്. മേലധികാരികൾ മുഖേനയുള്ള പ്രയാസങ്ങൾ അവർക്ക് നേരിടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ ദിവസമാണ്. പിതാവ് മുഖേനയുള്ള ശത്രു നിറഞ്ഞ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നു വരാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹത്തിന് മാത്രം അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും സാധാരണ രീതിയിൽ അങ്ങ് കടന്നു പോകുന്നൊരു ദിവസമാണ്. മക്കളെ കൊണ്ട് കാര്യമായ ഗുണമൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായി വലിയ നേട്ടമുള്ള ദിവസവും
ദിവസവുമല്ല എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല. നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കുറവാണ് എന്നുള്ളത് ധനുക്കൂറിൽപ്പെട്ട മൂലപുരാട ഉത്രാടം കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദയാനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മാതാവ് മുഖേനുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഏതൊരു കാര്യത്തിലും ഇറങ്ങി തിരിച്ചാൽ വിജയം കൈവരിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. കാര്യവിജയം ഉണ്ടാകുന്ന ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. തൊഴിൽപരമായി ഏറെക്കുറെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ മുഖേനുള്ള ശത്രുതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖവും അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദയാനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസം കൂടിയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ ചിലർക്ക് വന്നു ചേരാം. ചിലർക്ക് ശത്രു നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ ശത്രുക്കളായി മാറുവാനും അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തോ അനർത്ഥങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ മക്കളുടെ സ്ഥിതി അനുകൂലമായ ഒരു ദിവസമല്ല. മക്കൾ മുഖേനയുള്ള ദുഃഖമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മക്കൾക്ക് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത വിജയം കാര്യമായി ഉണ്ടാകണമെന്നില്ല. തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമാണെങ്കിൽ തൊഴിലിടങ്ങളിലും ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏകന്മാ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ മൂലം ധനനഷ്ടമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ സ്ഥിതിയിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽ ഗുണം കാര്യമായി വന്നു ചേരുന്നൊരു ദിവസമല്ല. ദാമ്പത്യ ജീവിത വിജയവും കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമല്ല. പല കാര്യങ്ങളിലും സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പാർശ്വവ്യാധികളൊക്കെ പെരുകുന്നൊരു കാലമാണ്. പ്രിയപ്പെട്ടവരെ മഹാദേവൻ രക്ഷിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ്